അശോക, അയ്യോ ജമാൽ ഡോക്ടർ സാറേ. സാറ് എവിടുന്നാ വരുന്നത്? ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ഞാൻ അശോകനെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാ. അറിയോ, മീനുട്ടിക്ക് എന്നെ മനസ്സിലായോ? വാ അശോക, വാ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ രണ്ടാളുടെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? കുറവുണ്ട് സാറേ. ടാബ്ലറ്റൊക്കെ കൊടുക്കാറില്ലേ? ഓ സാറേ. ആ നൈറ്റ് കഴിക്കണ ടാബ്ലറ്റ് നിർബന്ധിച്ചു അവളെ കൊണ്ട് കഴിപ്പിക്കണം. കൊടുക്കാം സാറേ. മീനുട്ടിയെ നോർമലായി തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് സാറേ. എല്ലാം ശരിയാവടോ. ഞാൻ പലവട്ടം നിന്നോട് ചോദിച്ചാണ്, നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ അത് ചോദിക്കുകയാണ്, സത്യത്തിൽ മീനുട്ടിക്ക് എന്താ സംഭവിച്ചേ? എൻ്റെ നാടായ തൃശ്ശൂരിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ചന്ദ്രേട്ടൻ. ആ ചന്ദ്രേട്ടൻ്റെ മോളാണ് മീനുക്കുട്ടി. മീനുട്ടിക്ക് 12 വയസ്സായിരുന്നപ്പോൾ അവളുടെ അമ്മ ഹൃദ്രോഗം വന്ന് മരിച്ചു. പിന്നെ എല്ലാം അവളുടെ അച്ഛനായിരുന്നു. ആ നാട്ടിലെല്ലാവർക്കും മീനുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് വേണം കണ്ണാടി. പൗര് തരുമോ? തരാലോ. അച്ഛൻ വേഗം വരാട്ടോ മീനുട്ടി. ദൈവമേ, തള്ളയില്ലാത്ത കുട്ടിയാ, കാത്തുകൊള്ളണേ. എന്ത് മീനാ ചന്ദ്രേട്ടാ? നല്ല പടക്കണ ചാളയാ. വില കുറവുണ്ടെന്ന്. ഇന്ന് വില കുറവാ, 100 ഉറുപ്പിയുള്ളൂ. 4 മീനുണ്ടാകെ. എന്തായാലും ആവട്ടെ, കൂട്ടം വെക്കണ്ടേ. ഐ, ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. എന്താ രാജാ? ഈ കാര്യത്തിനൊക്കെ നമ്മൾ സമയം വഴിക്കോ? അതൊക്കെ അതായത് സമയത്ത് നമ്മൾ നടത്തണ്ടേ? ഇന്ന് നല്ല സാധനമാണല്ലോ. ആ, അടിച്ച കണ്ണ് പോണ സാധനാണെന്ന്. രാജ, തൊട്ട് കൂട്ടാനോ ടച്ചിങ് ഒന്നും ഇല്ലടാ. നമ്മള് ടച്ചിങ് കൂട്ടാൻ അപ്പൊ ശരി. മേടിച്ചിട്ട് സുഖായിട്ട് അച്ഛ വേഗം വരൂ. ടാറ്റ. കുക്കുരു കുക്കുരു കൂറുമ്പ. ഇവിടെ നമ്മുടെ ചന്ദ്രൻ വരേണ്ട സമയം കഴിഞ്ഞല്ല. നീ ആ ചന്ദ്രൻ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. ചന്ദ്രനെ വിളിച്ചിട്ട് കിട്ടണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? നമ്മക്കായിട്ട് തുടങ്ങാം. അത് ചന്ദ്രൻ വരുമ്പോ ചന്ദ്രനെല്ലാം എടുത്ത് വെക്ക. അതന്നെ. ഈ വെള്ളത്തിന് എന്ത് ചെയ്യാ? വെള്ളം തേണ്ട കിടക്കുന്ന പൈപ്പില്ലേ, പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് എടുത്തേ. ആ, ഇതങ്ങനെ. ആ, അങ്ങനെ അങ്ങനെ എന്നിട്ട് അടിക്കടങ്ങനെ. നോക്കടാ, അങ്ങോട്ട് നോക്കടാ കുട്ടാ. രാജാ, നീക്ക് അതവിടെ വെക്ക. മീനുട്ട് നമ്മുടെ മീൻ പൊക്കട. മീൻ ഒന്നുമില്ല, ഒന്നുമില്ല മീനുട്ട്.
സാഹചര്യത്തിൽ അവളെ ഏറ്റെടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ അനാഥന സാറേ. ഇപ്പോൾ അവൾക്കും ആരുമില്ല, എനിക്കും ആരുമില്ല. നാട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഞാൻ അവളെ ഏറ്റെടുത്തു. നിനക്ക് വലിയ മനസ്സാണ് അശോക. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ എല്ലാ കാര്യത്തിലും ഞാനും എൻ്റെ ഫാമിലിയും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓട്ടൊക്കെ അല്ല അശോക, ദൂരത്തേക്ക് ഓട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ കാര്യം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മാഷും ടീച്ചറും ഉണ്ട്. അവിടെ ആക്കിയിട്ട് പോകും. അവരാണ് എനിക്കൊരു കൈത്താങ്ങ്. ഇതാ മാഷ ചായ. ആയിക്കോട്ടെ. എന്താ കുട്ടാ? അടുത്തിരിക്കേ. ഒന്നും മിണ്ടടിക്ക് മനുഷ്യ. ഇവിടെ അടുത്തിരിക്കുന്നു കുട്ടികൾ അവിടെ ഇരിക്കുന്നു. പെൺകുട്ടികളല്ലാത്തതുകൊണ്ട് ടീച്ചറിന് മീനുട്ടി ഭയങ്കര ഇഷ്ടം. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം. എന്നാൽ പോവാണ് അശോക. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കണ്ട. ശരി സാറേ. ഈ മണ്ണിലെന്നും പുണ്യമായി വിടരും പൂനിലാക്കാറ്റും പൂനിലാവും. ഈ മണ്ണിലെന്നും പൂവായി വിടരും പൂനിലാ സ്വപ്നങ്ങൾ പെയ്തിറങ്ങും. ഈ മണ്ണിലെന്നും പുണ്യമായൊഴുകും പൂനിലാക്കാറ്റും പൂനിലാവും.